നമസ്കാരം. ഏറെ പ്രതീക്ഷയോടെ വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രി നാട് ഭരിക്കുമ്പോഴും ഈ സർക്കാരിനെ ചുറ്റിപ്പറ്റി ഓരോ ദിവസവും ഒന്നിന് പിറകെ ഒന്നായി വിവാദങ്ങൾ ഉണ്ടാവുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ എത്ര ഗുണകരമാകും എന്ന് കണ്ടറിയേണ്ടതുണ്ട്. നിയമനങ്ങളിൽ വരുത്തുന്ന വീഴ്ച തന്നെയാണ് ഈ വിവാദങ്ങളുടെ മൂല കാരണം. KPCC പ്രസിഡന്റ് കൂടിയായ സണ്ണി ജോസഫ് തൻ്റെ സ്വന്തം അളിയനെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി റാങ്കിൽ തൻ്റെ ഓഫീസിൽ നിയമിക്കാൻ ശ്രമിച്ചിടത്ത് ആരംഭിച്ച വിവാദം അതിശക്തമായി പടരുന്നത് ഗവൺമെൻറ് പ്ലീഡർമാരെ നിയമിച്ചപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ പ്ലീഡർ പദവി കൊടുത്തപ്പോഴാണ്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളായ പങ്കജ് ഭണ്ഡാരിയുടെയും അദ്ദേഹത്തിൻ്റെ സ്ഥാപനമായ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെയും അഭിഭാഷകൻ എന്ന നിലയിൽ മാത്രമല്ല, ഈ സമയത്ത് സ്വർണ്ണക്കടത്ത് കേസ് ഒരു തട്ടിപ്പാണ് എന്ന തരത്തിൽ ശക്തമായ പ്രചരണം മാധ്യമങ്ങളിലൂടെ നടത്തി എന്നതും KB പ്രദീപിൻ്റെ നിയമനം വിവാദമാകാൻ കാരണമായി. അന്ന് ഏഷ്യാനെറ്റിലെ കൊച്ചി ബ്യൂറോ ചീഫായിരുന്ന ജോഷി കുര്യൻ, ഇന്നിപ്പോൾ അദ്ദേഹം ബിഗ് TVയിലാണ്. ജോഷി കുര്യൻ ഈ KB പ്രദീപുമായി അക്കാലത്ത് നടത്തിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് സ്വർണ്ണമോഷണ കേസ് തന്നെ നിലനിൽക്കില്ലെന്നാണ്. മുൻപ് എന്തെങ്കിലും കോട്ട് ചെയ്ത അല്ലെങ്കിൽ പൂശിയ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ കവർ ചെയ്ത ഒരു ആർട്ടിക്കിള് സ്വർണം പൂശുവാനായിട്ട് നമ്മൾ സ്വീകരിക്കാറില്ല. അപ്പോൾ ഒരു ബെയർ ബോഡീഡ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ, അതായത് ഇപ്പോൾ കോപ്പർ കൊണ്ടുണ്ടാക്കിയ ഒരു സാധനമാണെങ്കിൽ കോപ്പർ കൊണ്ടുണ്ടാക്കിയ ആ സാധനം അതുപോലെ തന്നെ നമ്മളിൽ എത്തിക്കണം. അങ്ങനെ എത്തിച്ചാൽ മാത്രമേ സ്വർണം പൂശാറുള്ളൂ. അല്ലാതെ ഒരിക്കൽ എന്തെങ്കിലും പൂശിയ ഒരു സാധനം, ഓൾറെഡി കോപ്പർ പ്ലേറ്റ് ചെയ്തോ അല്ലെ സ്റ്റീലോ അല്ലെങ്കിൽ ഗോൾഡോ എന്തെങ്കിലും പ്ലേറ്റ് ചെയ്ത ഒരു സാധനം നമ്മൾ അതിൻ്റെ പുറത്ത് സ്വർണം പ്ലേറ്റ് ചെയ്യാറില്ല. ശബരിമലയിൽ ഉണ്ടായിരുന്ന ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശിയിട്ടുള്ളതായിരുന്നെങ്കിൽ കമ്പനിയിൽ എത്തിയിരിക്കുന്ന സാധനം ബെയർ കോപ്പർ കൊണ്ടുണ്ടാക്കിയതാണ്. സ്വർണം പൂശിയതാണെങ്കിൽ നമ്മൾ സ്വീകരിക്കുകയില്ലായിരുന്നു. ഒരിക്കലും സ്വീകരിക്കില്ല. കാരണം പോളിസി അതാണ്, നമ്മുടെ കമ്പനി പോളിസി അതാണ്. ഈ നിയമനം പിണറായി വിജയൻ സർക്കാരിനെ ഏറ്റവും അധികം പ്രതിക്കൂട്ടിലാക്കിയതും ജനങ്ങൾ ആ സർക്കാരിനെ വെറുത്ത് മറ്റൊരു സർക്കാരിനെ ആഗ്രഹിച്ചതിനും ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഈ സ്വർണ്ണമോഷണ കേസായിരുന്നു. അയ്യപ്പൻ്റെ സ്വർണം മോഷ്ടിക്കാൻ ശ്രമിച്ച കാപാലികരെ ജയിലിൽ അടയ്ക്കണം, അവർ ഒരിക്കലും പുറം ലോകം കാണരുത് എന്നാണ് സാധാരണ മനുഷ്യർ ആഗ്രഹിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ ആ സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതികളെ രക്ഷിക്കാൻ ശ്രമിച്ചയാൾ ദേവസ്വം ബോർഡിൻ്റെ വക്കീലായി ഈ കേസ് വാദിച്ചാൽ ഉണ്ടാവുന്ന സാഹചര്യം എന്താവും എന്ന് ജനങ്ങൾ ആശങ്കപ്പെട്ടാൽ അവരെ കുറ്റം പറയാൻ കഴിയുമോ? എന്തായാലും നിയമിച്ച പാടെ അത് വിവാദമായി. KB പ്രദീപ് ചുമതലയേൽക്കുന്നതിന് മുൻപ് രാജിവെച്ചൊഴിഞ്ഞു. എന്നാൽ അതുകൊണ്ടൊന്നും ഈ വിവാദം അവസാനിക്കുന്നില്ല. സർക്കാരിന് ഏറ്റവും നിർണായകമായിരിക്കുന്ന ഗവൺമെൻറ് പ്ലീഡർ PP പോസ്റ്റുകളിൽ നിയമനത്തിന് പിന്നിലെ ദുരൂഹമായ ഇടപെടലുകൾ ഇത് ചർച്ചയാക്കുന്നു. ഇടതുമുന്നണി ഭരണകാലത്ത് ഇടതുപക്ഷക്കാർ മാത്രമായിരുന്നു പദവികളിൽ ഇരുന്നത്. UDF വന്നപ്പോൾ പണമാണ് മാനദണ്ഡം എന്ന് പലരും പറയുന്നത് ഇക്കാരണത്താലാണ്. പാർട്ടിയോ അഭിഭാഷകരുടെ രാഷ്ട്രീയ പശ്ചാത്തലമോ അവരുടെ പരിചയമോ അവരുടെ കേസ് പശ്ചാത്തലമോ ഒന്നും നോക്കാതെ ഉന്നത സ്വാധീനമുള്ളവരുടെ ഇടപെടലോ സാമ്പത്തിക ഇടപെടലോ ഉണ്ടെങ്കിൽ ഗവൺമെൻറ് പ്ലീഡറോ PPയോ ആകാവുന്ന സാഹചര്യം സകല മനുഷ്യരെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ഒരു കാര്യം വ്യക്തമായി പറയാം, സാധാരണഗതിക്ക് UDF അധികാരത്തിൽ വന്നാൽ പ്ലീഡർ PP നിയമനം നടക്കാൻ 3-4 മാസം എടുക്കും. എന്നാൽ ഇത് 1 മാസം തികയുന്നതിന് മുൻപ് നടത്തി എന്നത് ശ്രദ്ധേയമാണ്. എന്നാൽ നിയമനത്തിൽ ആരോടും ആലോചിച്ചിട്ടില്ല എന്ന ആരോപണം ശക്തമാണ്. ഇത്തരം നിയമനങ്ങൾ നടത്തണമെങ്കിൽ മുഖ്യമന്ത്രി ആദ്യം ചർച്ച ചെയ്യേണ്ടത് പാർട്ടിയോടാണ്, രണ്ടാമത് അതാത് വകുപ്പ് മന്ത്രിമാരോട്, മൂന്നാമത് ഘടകകക്ഷികളോട്. എല്ലാവരുടെയും താല്പര്യം പരിഗണിച്ച് വേണം ഇത്തരം നിയമനം നടത്താൻ. മാത്രമല്ല പല നിയമനങ്ങളും ഘടകകക്ഷികൾക്ക് വിട്ടുകൊടുക്കേണ്ടതാണ്. എന്നാൽ വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രി ഇത്തരം കാര്യങ്ങളിലൊന്നും ആരോടും ചർച്ച ചെയ്യുന്നില്ല, എല്ലാം സ്വയമായി തീരുമാനിക്കുന്നു എന്ന പരാതി കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. കോൺഗ്രസ് നേതൃത്വത്തോടോ ഘടകകക്ഷികളോടോ മന്ത്രിമാരോടോ ആലോചിക്കാതെയാണ് ഗവൺമെൻറ് സെക്രട്ടറിമാരെ പോലും മാറ്റി നിയമിച്ചതത്രേ. അപ്പോൾ പിന്നെ ഗവൺമെൻറ് പ്ലീഡർമാരുടെ കാര്യം ചോദിക്കണോ എന്നാണ് ഉയർന്നു വരുന്ന വിമർശനം. ഇപ്പോൾ ശബരിമല കേസ് അട്ടിമറിക്കാൻ ഉപയോഗിച്ചേക്കും പങ്കജ് ഭണ്ഡാരിയുടെ വക്കീലിനെ പ്ലീഡറാക്കിയാൽ എന്ന ആരോപണം ഉയർന്നെങ്കിലും അധികമാരും ശ്രദ്ധിക്കാത്ത മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇങ്ങനെ UDF സർക്കാർ ദേവസ്വം ബോർഡിൻ്റെ പ്ലീഡറായി നിയോഗിച്ച KB പ്രദീപ് ഒരു അറിയപ്പെടുന്ന സംഖ്യയാണ്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ അത് വ്യക്തമാക്കുന്നു. ഇതൊക്കെ പ്രദീപിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളാണ്. An excerpt from an interactive session with രാജീവ് ചന്ദ്രശേഖരനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം 2024 ഏപ്രിൽ 1 ഇട്ടതാണ്. മറ്റൊന്ന് പയ്യന്നൂർ വിഷൻ ന്യൂസിൻ്റെ അദ്ദേഹം ഷെയർ ചെയ്തൊന്ന്, കൊള്ളയടിച്ചു കൊടുത്തതാണ് ബ്രിട്ടൻ,
അത് 8 വർഷം കൊണ്ട് തിരിച്ചു പിടിച്ചു. അവരെ കടത്തിവെട്ടി 5ാം സ്ഥാനത്ത് രാജ്യത്തെ കൊണ്ടെത്തിച്ച മോദിക്കെതിരെ BBC കരഞ്ഞാൽ അത്ഭുതമില്ല. പക്ഷേ സായിപ്പിനെയും കൂട്ടുപിടിച്ച് സ്വന്തം നാടിൻ്റെ പ്രധാനമന്ത്രിയെ അവഹേളിക്കുന്നതിന് പിന്നിലെ എന്ന് പറഞ്ഞ് അദ്ദേഹം മോദിയെ സ്തുതിച്ചുകൊണ്ട് കോൺഗ്രസിനെ പരിഹസിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടിരുന്നു. മറ്റൊന്ന് 2025 ഏപ്രിൽ 29 അദ്ദേഹം ഷെയർ ചെയ്തൊരു പോസ്റ്റാണ്. നന്ദി മോദി, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യമാക്കിയതിനെ. വികസിത കേരളത്തിനായി മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ കൂടെയുണ്ട് മോദി സർക്കാർ. 2021 സെപ്റ്റംബർ 18 എ ഡീറ്റെയിൽമെന്റ് ആൻഡ് വിഷണറി അറ്റ് 71 വിഷസ് ഫോർ ദി ഗ്രേറ്റ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ. അദ്ദേഹം മോദിയെ ജന്മദിനാശംസ നൽകിയത്. ഇത്തരത്തിൽ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ശക്തമായി മോദി അനുകൂല പോസ്റ്റുകൾ ഇടുകയും മോദിക്ക് അനുകൂലമായ നിലപാടെടുക്കുകയും ചെയ്തു എന്നത് ഇപ്പോൾ ചർച്ചയായി വരുന്നുണ്ട്. എങ്ങനെയാണ് തികഞ്ഞ മോദി സ്നേഹമുള്ള സംഘപരിവാർ ഇഷ്ടമുള്ള ഒരാൾ UDF സർക്കാരിൻ്റെ കാലത്ത് ദേവസ്വം ബോർഡിൻ്റെ പ്ലീഡറായി നിയമിക്കപ്പെട്ടത് എന്ന ചോദ്യമാണ് പലരും ഉയർത്തുന്നത്. സംസ്ഥാന വ്യാപകമായി ഇത്തരം ആരോപണങ്ങൾ ശക്തമാണ്. തൃശ്ശൂർ കോർപ്പറേഷന്റെ സ്റ്റാൻഡിംഗ് കൗൺസിലായി നിയമനം നടന്നപ്പോൾ 1ാമത്തെ പേരുകാരനായി വന്നത് ഒരു M പ്രമോദാണ്. ഇദ്ദേഹം BJP-കാരനാണെന്നും BJP അനുകൂല നിലപാടെടുത്തിരുന്ന ആളാണെന്നും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വന്നപ്പോൾ മാത്രമാണ് അദ്ദേഹം ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിന്റെ അംഗത്വം എടുത്തതെന്നും ആരോപണം ഉന്നയിക്കുന്നു. DCC പ്രസിഡന്റ് ജോസഫ് ടാജോ പ്രത്യേക താല്പര്യമെടുത്താണ് അദ്ദേഹത്തെ 1ാമനായി നോമിനേറ്റ് ചെയ്തത്. എന്നാൽ ദീർഘകാലമായി കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിന്റെ തൃശ്ശൂരിലെ പ്രധാന നേതാവായ ഗംഗേഷിനെ 2ാമത്തെ പേരുകാരനാക്കി നിയോഗിച്ചു. തന്നെ ഒഴിവാക്കി തരണം എന്ന് ഗംഗേഷ് അപേക്ഷിച്ചതുപോലും അത് അപമാനമാണെന്ന് തോന്നിയിട്ടാണ്. CPIയുടെ തൃപ്പൂണിത്തുറ ലോക്കൽ കമ്മിറ്റി അംഗമായ P ദീപ്തിയും ഈ ലിസ്റ്റിൽ പെട്ടിരുന്നു. ഗവൺമെന്റ് പ്ലീഡർ ലിസ്റ്റിൽ CPI അംഗമാണ്. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ VD സതീശനെതിരെ പ്രസംഗിക്കാൻ പോയ ആളാണ്. പക്ഷേ ദീപ്തി അവസാന നിമിഷം എങ്ങനെയോ ലിസ്റ്റിൽ കയറിപ്പറ്റി. ലിസ്റ്റിൽ വന്ന ഉടൻ CPI ദീപ്തിയോട് രാജി ആവശ്യപ്പെട്ടു. ദീപ്തി രാജിവെക്കുകയും ചെയ്തു. പക്ഷേ ദീപ്തിയും ഗവൺമെന്റ് പ്ലീഡറായി ചുമതലയേൽക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ എങ്ങനെയാണ് CPI ലോക്കൽ കമ്മിറ്റി അംഗമായ ദീപ്തി UDF സർക്കാരിൻ്റെ പ്ലീഡറായത് എന്ന ചോദ്യം ബാക്കിയാവുന്നു. ഇതിനിടയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഗസറ്റഡ് ഓഫീസർമാരുടെ ട്രാൻസ്ഫർ വിവാദമായിട്ടുണ്ട്. ഗസറ്റഡ് ഓഫീസർമാർ പലരും ഇടത് യൂണിയന്റെ നേതൃത്വത്തിൽ മന്ത്രിയോട് പോലും ആലോചിക്കാതെ ട്രാൻസ്ഫർ നടത്തി എന്നാണ് ആരോപണം. പലർക്കും പ്രൊമോഷൻ നൽകിയാണ് ട്രാൻസ്ഫർ കൊടുത്തിരിക്കുന്നത്. ആരോപണ വിധേയരായ പല ഉദ്യോഗസ്ഥരെയും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളുടെ ചുമതല ഏൽപ്പിച്ചു. വിജിലൻസ് കേസിൽ പ്രതിയായ ഒരാളെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തുള്ള ദേവസ്വം ബോർഡ് വിജിലൻസിൽ നിയമിച്ചിരിക്കുന്നു. കശുവണ്ടി അഴിമതി കേസിലെ മുഖ്യപ്രതിയായ അന്നത്തെ MD ആയിരുന്ന രതീഷ് എന്ന ഉദ്യോഗസ്ഥൻ ഇപ്പോഴും സർക്കാരിൽ തുടരുന്നുണ്ട്. ഖാദി ബോർഡിൻ്റെ സെക്രട്ടറി പദവിയും റൂട്രോണിക്സിന് MD-യുമാണ്. ആ പദവിയിൽ അദ്ദേഹം തുടരുന്നു എന്നതിലല്ല കാര്യം. അദ്ദേഹത്തെയും കശുവണ്ടി അഴിമതിക്കാരെയും രക്ഷിക്കാൻ വേണ്ടി ഈ 2 സ്ഥാപനങ്ങളുടെയും സ്റ്റാൻഡിംഗ് കൗൺസിലായി CPIM നിയോഗിച്ചിരുന്ന ആളെ തുടരാൻ അനുവദിച്ചിരിക്കുകയാണ്. പുതിയ പ്ലീഡർ ലിസ്റ്റിലും മാറ്റമില്ല. എന്ന് വെച്ചാൽ പുതിയ സർക്കാർ ചുമതലയേറ്റെങ്കിലും പഴയ സർക്കാരിൻ്റെ മാത്രമല്ല BJP-യുടെയും പോലും സ്വാധീനം നിയമനങ്ങളിൽ ഉണ്ടാവുന്നുണ്ട് എന്നത് ഞെട്ടിക്കുന്നതാണ്. VD സതീശൻ വേണ്ടത്ര ജാഗ്രത പാലിച്ചില്ലെങ്കിൽ ഇത്തരത്തിൽ അബദ്ധങ്ങളുടെ ഒരു നിര തന്നെ VD സർക്കാരിനെ കാത്തിരിപ്പുണ്ടാവാം.